Good morning dears. Welcome back our EVS class. Today we are going to learn about the purification of water. Look at the pictures. Which of the vessel do you use to store water? Yes, can, bucket, etc. Which vessel can contain maximum amount of water? Yes, bucket. Which vessel can contain least amount of water? Yes, glass. അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ഈ പിക്ചറിൽ കാണുന്നത് എന്താണ്? മാക്സിമം എമൗണ്ട് വാട്ടർ കൊള്ളണത് അല്ലേ? കൂടുതൽ വാട്ടർ കൊള്ളണത് ഏതിലാണ്? ബക്കറ്റിലും. കുറച്ച് വാട്ടർ കൊള്ളണത് ഏതിലാണ്? ഗ്ലാസ്സിലുമാണ് അല്ലേ? ഈസ് വാട്ടർ ഹാവിങ് എനി ഷേപ്പ്? ആ വാട്ടറിന് എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ? ഇഫ് വി ടേക്ക് വാട്ടർ ഇൻ എ ബക്കറ്റ് വാട്ട് വിൽ ബി ഇറ്റ്സ് ഷേപ്പ്? നമ്മളൊരു ബക്കറ്റിൽ വാട്ടർ എടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ഷേപ്പ്? യെസ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ബക്കറ്റ് അല്ലേ? വാട്ടർ എന്തായിരിക്കും? ബക്കറ്റിൻ്റെ ഷേപ്പിലായിരിക്കും നമുക്ക് കാണാൻ പറ്റണത് അല്ലേ? ഇഫ് വി ടേക്ക് ഇറ്റ് ഇൻ എ ഗ്ലാസ് വാട്ട് വിൽ ബി ഷേപ്പ്? നമ്മൾ ഗ്ലാസ്സിലാണ് എടുക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഷേപ്പ്? യെസ്, ഇറ്റ് അസ്യൂംസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്ലാസ് അല്ലേ? ഗ്ലാസിൻ്റെ ഷേപ്പ് ആയിരിക്കും അപ്പോൾ അതിന്. ബട്ട് ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ഇതെന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വാട്ടർ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് അല്ലേ? വാട്ടറിന് എന്തില്ല? ഒരു ഷേപ്പില്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ അല്ലേ? ഏത് കണ്ടെയ്നറിലാണോ ഏത് വെസലിലാണോ അതിരിക്കണത് അതിൻ്റെ ഷേപ്പ് അത് അസ്യൂം ചെയ്യും അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് നിയർ ദ വെൽ. ലുക്ക് അറ്റ് ദ ടു വെൽസ്. യെസ്, ദർ ആർ ടു വെൽസ് അല്ലേ? വിച്ച് ഓഫ് ദ വെൽ വാട്ടർ will you use for drinking water? ഇതിൽ ഏത് വെല്ലിലെ വാട്ടറാണ് നിങ്ങൾ ഡ്രിങ്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? യെസ്, ഇൻ ദ സെക്കൻഡ് വെൽ അല്ലേ? ആ സെക്കൻഡ് വെല്ലിനുള്ളിൽ രണ്ടാമത്തെ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? വൈ? എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് വെല്ലിലാണ് വാട്ടറാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്? യെസ്, ഇറ്റ്സ് വാട്ടർ ഈസ് വെരി ക്ലീൻ അല്ലേ? അതിലെ വെൽ വാട്ടർ എന്താണ്? ക്ലീൻ ആണ് അല്ലേ? അത് വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ് അല്ലേ? വെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ് വല ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആൻഡ് ദർ ഓൾസോ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ അല്ലേ? ആ വെല്ലിന് ചുറ്റും എന്തുണ്ട്? പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് ഉണ്ട് അല്ലേ? പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് മീൻസ് ആൾമറ. അങ്ങനെ ആൾമറ കെട്ടിയിട്ടുണ്ട് അല്ലേ? സോ നോ വേസ്റ്റ് വിൽ ബി ഫാൾ ഇൻ ടു ഇറ്റ് അല്ലേ? അപ്പം അതിന് എന്തുണ്ടാവില്ല? അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് വീഴില്ല? വേസ്റ്റ് ഒന്നും വിഴാൻ പോണില്ല അല്ലേ? മോസ്റ്റ് പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ വെൽ ഫോർ ഡ്രിങ്കിങ് വാട്ടർ. കുറേ കൂടുതൽ ആൾക്കാരും എന്താണ് യൂസ് ചെയ്യണത്? വെള്ളിനാണ്, കിണറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത് അല്ലേ? എന്തിന്? വെള്ളം കുടിക്കാനായിട്ട് അവർ വെള്ളിനെയാണ്, കിണർ വെള്ളമാണ് അവർ യൂസ് ചെയ്യണത് അല്ലേ? വെൽസ് മസ്റ്റ് ബി കെപ്റ്റ് ക്ലീൻ അല്ലേ? നമ്മൾ കിണർ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഹൗ ക്യാൻ വി കീപ്പ് അവർ വെൽ ക്ലീൻ? നമുക്ക് എങ്ങനെ നമ്മുടെ കിണർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം? കൻ യു ടെൽ? യെസ്, ദ വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ് അല്ലേ? ദ വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ്. വെല്ലിന് എന്ത് വേണം? ആ നെറ്റ് കൊണ്ട് കവർ ചെയ്യണം അല്ലേ? അപ്പോൾ എന്തുണ്ടാവില്ല? അതിൽ വേസ്റ്റ് ഒന്നും ഫാൾ ചെയ്യില്ല അല്ലേ? വേസ്റ്റ് ഒന്നും അതിൽ വീഴില്ല. ദർ ഈസ് പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൗണ്ട് ദ വെൽ. അതുപോലെ തന്നെ കിണറിന് ചുറ്റും എന്തുണ്ടായിരിക്കണം? ആൾമറ. പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾമറ ഉണ്ടായിരിക്കണം അല്ലേ? പൊല്യൂട്ടഡ് വാട്ടർ നോട്ട് കളക്റ്റഡ് നിയർ ദ വെൽ. വെല്ലിന് ചുറ്റും എന്തുണ്ടാകാൻ പാടില്ല? പൊല്യൂട്ടഡ് വാട്ടർ ഉണ്ടാകാൻ പാടില്ലാണ്ട്. ഫസ്റ്റ് വെല്ല് കണ്ടില്ലേ? വെല്ലിൻ്റെ നിയറായിട്ട് വാഷിങ് നടക്കുന്നുണ്ട് അല്ലേ? ഒരു ലേഡി അവിടെ നിന്നിട്ട് ഒരു സ്ത്രീ ഇരുന്ന് വാഷ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തുണ്ടാകും? ആ വേസ്റ്റ് വെള്ളമൊക്കെ അതിലേക്ക് നമ്മുടെ വെള്ളമായിട്ട് വെൽ വാട്ടറായിട്ട് മിക്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പൊല്യൂട്ടഡ് വാട്ടർ ആ വെല്ലിന് ചുറ്റും എന്ത് ചെയ്യാൻ പാടില്ല? നിർത്താൻ പാടില്ല, കെട്ടിക്കിടക്കാൻ പാടില്ല. ക്ലോത്ത്സ് ആർ നോട്ട് വാഷ്ഡ് നിയർ ദ വെൽ അല്ലേ? ക്ലോത്ത്സ് ഒന്നും നമ്മൾ ഡ്രസ്സുകൾ ആ കിണറിൻ്റെ അടുത്തുനിന്ന് അലക്കാൻ പാടില്ല. ഡു നോട്ട് ടേക്ക് ബാത്ത് നിയർ ദ വെൽ. കിണറിന് ചുറ്റും എന്ത് ചെയ്യാൻ പാടില്ല? കിണറിൻ്റെ അടുത്ത് നിന്ന് കുളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്തു പറയാം? സെപ്റ്റിക് ടാങ്ക് ഈസ് കെപ്റ്റ് അവേ ഫ്രം ദ വെൽ. നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കണം. സെപ്റ്റിക് ടാങ്ക് എപ്പോഴും കിണറിൽ നിന്നും വളരെ അകലം, വളരെ ഡിസ്റ്റൻസ് പാലിച്ചായിരിക്കണം നമ്മളത് ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? അതിലുള്ള വാട്ടർ നമ്മുടെ വെൽ വാട്ടറായിട്ട് മിക്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു വെല്ല് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ലോണം കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്
drinking water. Don't you carry a bottle of water in your bag to school? നിങ്ങൾ ഒരു ബോട്ടിൽ വാട്ടർ നമ്മളെപ്പോഴും സ്കൂളിലേക്ക് വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഡോണ്ട് യു ടേക്ക് കൂൾഡ് ഓർ ആൻഡ് ബോയിൽഡ് വാട്ടർ ഇൻ ഇറ്റ് അല്ലേ? നമ്മളതിൽ എന്തൊക്കെ ചെയ്യും? ചിലപ്പോൾ തണുത്താറിയതായിരിക്കും, ചിലപ്പോൾ തണുപ്പിച്ച വെള്ളമായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ബോയിൽഡ് വാട്ടർ ആയിരിക്കും നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നത് അല്ലേ? ദ വാട്ടർ വി ഡ്രിങ്ക് ഓൾവേസ് ബി പ്യുവർ. നമ്മൾ കുടിക്കണ വെള്ളം എപ്പോഴും എന്തായിരിക്കണം? പ്യുവറായിരിക്കണം. പ്യുവർ എന്ന് പറയുന്നത് എന്താണ്? നല്ല ശുദ്ധിയുള്ളതായിരിക്കണം, ശുദ്ധമായിരിക്കണം. ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് പ്യുവർ വാട്ടർ ദർ വിൽ ബി എ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഡിസീസസ്. ഇപ്പോൾ നമ്മൾ കുടിച്ചില്ലെങ്കിൽ, നമ്മൾ പ്യുവർ വാട്ടർ കുടിച്ചില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും? ധാരാളം ഡിസീസുകൾ വരാം, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത. ഡിസെൻട്രി, അതേപോലെ തന്നെ വൊമിറ്റിങ്, ഇതേപോലെയുള്ള ഡിസീസുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ പ്യൂരിഫൈ ചെയ്യാം അല്ലേ? വെള്ളം ശുദ്ധീകരിക്കാം. നെക്സ്റ്റ് വി സ്റ്റഡി അബൌട്ട് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ശുദ്ധീകരണം. ദർ ആർ സെവറൽ വേസ് ടു പ്യൂരിഫൈ വാട്ടർ. എന്നിട്ട് പല മെത്തേഡുകളും പല വഴികളും ഉണ്ട് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട്. മോഡേൺ എക്യുപ്മെൻറ്റ്സ് ലൈക്ക് വാട്ടർ പ്യൂരിഫയേഴ്സ് ആർ അവൈലബിൾ നൗ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തുണ്ട്? വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമുക്കിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ? സച്ച് ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഹൗസസ്, ഓഫീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകൾ, വാട്ടർ പ്യൂരിഫയറുകൾ നമ്മൾ സ്കൂളിലും ഓഫീസിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ലെറ്റ് us familiarize a natural method to purify water. അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു നേച്ചുറൽ മെത്തേഡിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാൻ പോണത്. 3-potted sieve. 3-potted sieve ആണ് നേച്ചുറൽ മെത്തേഡാണത്. നമ്മളിപ്പോൾ വാട്ടർ പ്യൂരിഫയർ ഒക്കെ പറഞ്ഞു, അത് നേച്ചുറൽ അല്ലാതെ അത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു അറേഞ്ച്മെൻറ്റാണ് എന്താ 3-potted sieve. അതിൻ്റെ മലയാളം വേർഡാണ് മുച്ചട്ടി അരിപ്പ. ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് ദിസ് അറേഞ്ച്മെൻറ്റ്? നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റും? ടേക്ക് 3 coconut shells or earthen pots having same size. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 3 കോക്കനട്ട് ഷെല്ലോ അല്ലെങ്കിൽ എർത്തൻ പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൻ്റെ കലം, അതുപോലത്തെ മൺപാത്രം, ഒരേപോലത്തെ മൺപാത്രം എടുക്കണം, ഒരേ സൈസിൽ. പുട്ട് എ സ്മോൾ ഹോൾ അറ്റ് ബോട്ടം സെൻറ്റർ ഓഫ് ഈച്ച് പോട്ട്. എന്ത് ചെയ്യണം? അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം? ചെറിയ ഹോൾ ഇടണം. പിന്നെ എന്ത് ചെയ്യണം? അതാ ഷെൽസ് ആർ അറേഞ്ച്ഡ് as shown in the figure. The shells or pots അല്ലേ? പോട്ടോ അല്ലെങ്കിൽ ഷെൽ നമ്മൾ ഏതെടുത്ത് ഇറക്കണം വെച്ചെങ്കിൽ അത് ഫിഗറിൽ കാണുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്യണം. പ്ലേസ് വാഷ്ഡ് ഗ്രാവൽ ഇൻ ദ ടോപ്പ് മോസ്റ്റ് പോട്ട് ആൻഡ് സാൻഡ് ഇൻ ദ മിഡിൽ പോട്ട് ആൻഡ് ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലേസ് ഇൻ ദ ബോട്ടം പോട്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിടണം. എന്താ? ഫസ്റ്റ് വാഷ്ഡ് ഗ്രാവൽ അല്ലേ? വാഷ്ഡ് ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചരൽ. ആദ്യത്തെ പാത്രത്തിൽ, ആദ്യത്തെ പോട്ടിൽ എന്തിടണം? ടോപ്പിലുള്ള പോട്ടിൽ നമ്മൾ ഗ്രാവൽ അല്ലേ? ചരലിടണം. സെക്കൻഡ് പോട്ടിൽ, അതായത് മിഡിൽ പോട്ടിൽ നമ്മൾ എന്താ ഇടേണ്ടത്? സാൻഡാണ് ഇടേണ്ടത്, മണൽ. ലാസ്റ്റ് ബോട്ടം പോട്ടിലോ അടിയിലുള്ള പോട്ടിൽ നമ്മൾ ഇടേണ്ടത് എന്താണ്? ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലേസ്, അതായത് ചിരട്ടയുടെ കരിയാണ് ആ ബോട്ടം പോട്ടിലിടേണ്ടത്. ദി 3-potted sieve ഈസ് യൂസ്ഡ് ടു കളക്ട് വാട്ടർ. എന്ത് ചെയ്യണം? ഒരു ചെറിയ ക്ലീൻ നല്ല വൃത്തിയുള്ള പാത്രം ഈ 3-potted സീവിൻ്റെ അടിയിലായിട്ട് നമ്മൾ വെക്കണം. എന്തിനാണ്? നമുക്ക് വാട്ടർ കളക്ട് ചെയ്യാനായിട്ട്. പുവർ മഡി വാട്ടർ ഇൻ ദ ടോപ്പ് മോസ്റ്റ് പോട്ട്. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ടോപ്പ് മോസ്റ്റ് പോട്ട്, ഏറ്റവും മുകളിലിരിക്കണ ആ പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മഡി വാട്ടർ, ചെളിവെള്ളം ഒഴിക്കുകയാണ്. വാട്ട് വിൽ ഒബ്സർവ്? എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? യെസ്, ദ മഡി വാട്ടർ പാസസ് ത്രൂ ദ ഗ്രാവൽ അല്ലേ? ഫസ്റ്റ് പോട്ടിലേക്ക് എത്തും. ആ ഫസ്റ്റ് പോട്ടിൽ എന്തുണ്ട്? ഗ്രാവലുണ്ട്. ആ ഗ്രാവൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ വാട്ടർ ഫിൽട്ടർ ചെയ്തിട്ട് നെക്സ്റ്റ് പോട്ടിലേക്ക് പോകും അല്ലേ? നെക്സ്റ്റ് പോട്ട് കണ്ടെയ്ൻ എന്താണ് നെക്സ്റ്റ് പോട്ടിലുള്ളത്? വാട്ട് കണ്ടെയ്ൻ നെക്സ്റ്റ് പോട്ട്? നെക്സ്റ്റ് പോട്ടിൽ എന്താണുള്ളത്? യെസ്, സെക്കൻഡ് പോട്ട് കണ്ടെയ്ൻ എന്താണുള്ളത്? സാൻഡ് അല്ലേ? സാൻഡാണ്. അപ്പോൾ നെക്സ്റ്റ് ഇമ്പ്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യും? അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, അഴുക്കൊക്കെ എന്ത് ചെയ്യും? അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്യും, സാൻഡ് ഫിൽട്ടർ ചെയ്യും.
എന്നിട്ട് എങ്ങോട്ട് പോകണത്? ബോട്ടം പോട്ടിലേക്ക് പോവാണ് അല്ലേ? ബോട്ടം പോട്ട് അഗെയിൻ ഫിൽട്ടർ ചെയ്യും. അതിലിനി എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ ഫിൽട്ടർ ചെയ്യും. ആര്? ആ ബോട്ടം പോട്ട്. അതിലെന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലേക്സ് അല്ലേ? ചിരട്ടക്കരി ഉണ്ട്. ആ ചിരട്ടക്കരി നല്ലോണം ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലീൻ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ദ വെസൽ. വെസലിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കാണാൻ പറ്റും അല്ലേ? എവരി വൺ ഷുഡ് ട്രൈ ടു ഡു ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ യുവർ ഹോം. എല്ലാവരും എന്ത് ചെയ്യണം? ഈ എക്സ്പെരിമെൻറ്റ് എന്തായാലും വീട്ടിൽ ചെയ്യണം കേട്ടല്ലോ. നെക്സ്റ്റ്, നോർമലി ബ്ലീച്ചിങ് പൗഡർ ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ വാട്ടർ. നമ്മൾ സാധാരണയായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡറാണ് യൂസ് ചെയ്യണത് അല്ലേ? വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. വെൽ വാട്ടർ ഷുഡ് ബി പ്യൂരിഫൈഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ മന്ത്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വെൽ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ഇൻ എ വെൽ വിത്ത് വാട്ടർ അപ് ടു 2 persons height, bleaching powder in a match box is sufficient. 2 ആൾ ഉയരത്തിലാണ് വെള്ളമെങ്കിൽ, കിണറ്റിലുള്ള വെള്ളം 2 ആളുടെ ഉയരത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാച്ച് ബോക്സ് ഫുള്ള് ബ്ലീച്ചിങ് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? മിക്സ് എ മാച്ച് ബോക്സ് ഫുൾ ഓഫ് ബ്ലീച്ചിങ് പൗഡർ വിത്ത് എ കപ്പ് ഓഫ് വാട്ടർ. എന്ത് ചെയ്യണം? ഒരു കപ്പ് വാട്ടറിൽ ആ മാച്ച് ബോക്സ് ഫുള്ളുള്ള ബ്ലീച്ചിങ് പൗഡർ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം. ഫിൽറ്റർ ദ വാട്ടർ ആൻഡ് എന്ത് ചെയ്യണം? പിന്നെ ആ വാട്ടർ പിന്നെ ഫിൽറ്റർ ചെയ്യണം. pour the filtered water into the well. ഫിൽറ്റർ ചെയ്തിട്ടുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? വെല്ലിലേക്ക് ഒഴിക്കണം. Now stir the well water using the bucket to draw the water. എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ആ വാട്ടർ നല്ലോണം വെൽ വാട്ടർ നല്ലോണം ഇളക്കി കൊടുക്കണം. ബക്കറ്റ് യൂസ് ചെയ്തിട്ട് നല്ലോണം മുക്കി കൊടുക്കണം. ബക്കറ്റ് മുക്കി കൊടുക്കണം അതിൽ, എന്നാലേ നല്ല ഇളക്കം ഇതിന് തട്ടുള്ളൂ. ദ വാട്ടർ മേ ബി യൂസ്ഡ് ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്. ആ വെല്ലുള്ള വാട്ടർ പിന്നെ നെക്സ്റ്റ് മോർണിംഗിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലീച്ചിങ് പൗഡർ ഈസ് അവൈലബിൾ ഇൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ ഷോപ്സ്. ബ്ലീച്ചിങ് പൗഡർ എവിടെയൊക്കെ കിട്ടും? നമുക്ക് മെഡിക്കൽ ഷോപ്പിലും അതേപോലെ തന്നെ ഹെൽത്ത് സെൻറ്ററിലൊക്കെ പോയാൽ കിട്ടും. സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഓൺലി യൂസ്ഡ് ടു പ്യൂരിഫൈ വാട്ടർ. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓവർഡോസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഈസ് ഇഞ്ചൂറിയസ് ടു അവർ ഹെൽത്ത്. ഇറ്റ് ക്രിയേറ്റ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അത് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായി ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഹാംഫുള്ളാണ്, നമ്മുടെ ഹെൽത്തിന് തന്നെ ഹാംഫുള്ളാണ്. അത് കുറേ ഡിസീസ്, വേറെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഡോണ്ട് പൊല്യൂട്ട് വാട്ടർ ബോഡീസ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വാട്ടർ ബോഡീസ് പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. ദർ ഈസ് സോ മച്ച് വാട്ടർ ഈസ് ഇൻ അവർ എർത്ത്. നമ്മുടെ എർത്തിൽ ധാരാളം വാട്ടർ ഉണ്ട് അല്ലേ? മെജോറിറ്റി ഓഫ് എർത്ത് കണ്ടെയ്ൻ വാട്ടർ. കൂടുതൽ ഭാഗം എന്തുതന്നെയാണ്? വാട്ടർ തന്നെയാണ് അല്ലേ? ഹവർ വി കാൺ ഡ്രിങ്ക് സീ വാട്ടർ ബിക്കോസ് ഇറ്റ് ഈസ് സോൾട്ടി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സീ വാട്ടർ കുടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് സോൾട്ടിയാണ് അല്ലേ? ഉപ്പ് രസം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ദ വാട്ടർ ഇൻ പോണ്ട്സ് ആൻഡ് റിവേഴ്സ് ആർ പ്യുവർ അറ്റ് വൺസ് അല്ലേ? ഒരിക്കൽ നമ്മുടെ വാട്ടർ വെള്ളിയിലും റിവറിലും പോണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന വാട്ടർ എന്താണ്? പ്യുവറാണ്, നല്ല ശുദ്ധമായിരുന്നു ഒരിക്കൽ അല്ലേ? ടുഡേ ഓൾ ഓഫ് ദം ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. പക്ഷേ ഇന്നെന്താണ്? എല്ലാം എന്ത് ചെയ്യാണ്? പൊല്യൂട്ടഡ് ആയിരിക്കുന്നു, എല്ലാം മാലിന്യം നിറഞ്ഞത് ആയിരിക്കുന്നു അല്ലേ? വാട്ട് ഓൾ വേസ്റ്റ് വിൽ ഫാൾ ഇൻ ടു ദ റിവർ. എന്തൊക്കെ? വാട്ട് ഓൾ വേസ്റ്റ് വിൽ ഫ്ലോസ് ഇൻ ടു ദ റിവർ. ഏതൊക്കെ വേസ്റ്റാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ റിവർ നോക്കിയാൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട്? ക്യാൻ യു ടെൽ? യെസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ നമ്മുടെ യൂസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? റിവറിലേക്ക് ത്രോ ചെയ്യുകയാണ് അല്ലേ? വലിച്ചെറിയാണ്. നെക്സ്റ്റ്, എനിമൽ വേസ്റ്റ് അല്ലേ? എനിമൽസിനൊക്കെ നമ്മൾ നമ്മുടെ മീറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എനിമൽസിൻ്റെ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? റിവറിലേക്ക് വലിച്ചെറിയാണ് അല്ലേ? അതുപോലെ തന്നെ വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് അല്ലേ? ഫാക്ടറികളിൽ നിന്നുള്ള ആ വേസ്റ്റ് വെള്ളമൊക്കെ നമ്മൾ എവിടേക്കാണ്? വേസ്റ്റൊക്കെ എവിടേക്കാണ് ഒഴുകുന്നത്? റിവറിലേക്കാണ് ഒഴുക്കുന്നത് അല്ലേ? അതുകൊണ്ട് എന്താണ്? റിവർ വാട്ടറൊക്കെ പൊല്യൂട്ടഡാണ്. അപ്പോൾ നമുക്ക് കുടിക്കാൻ പോലും, നമുക്ക് ഡ്രിങ്കിങ്ങിന് പോലും അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? ദ പൊല്യൂഷൻ ഓഫ് ദീസ് വാട്ടർ ബോഡീസ് ത്രട്ടൻസ് ദ ലൈഫ് ഓഫ് സെവറൽ ഓർഗാനിസംസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഈ വാട്ടർ ബോഡീസിൻ്റെ പൊല്യൂഷൻ എന്ന് പറയുന്നത്
പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ മാലിന്യം കലർത്തൽ അല്ലേ, മലിനാക്കൽ. എന്താണ്? നമ്മുടെ ജീവൻ്റെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ എന്താണ്? ഒരു ഭീഷണി. ത്രെട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ വാട്ടർ ബോഡീസ്. ആ വാട്ടർ ബോഡീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ, അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലേ, അതിന് വേണ്ടി പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാം അല്ലേ. ആ ഒരു ടീച്ചറുടെ പോസ്റ്റർ നമുക്ക് ലെറ്റസ് മേക്ക് പോസ്റ്റേഴ്സ്. എന്തൊക്കെ പോസ്റ്റേഴ്സ്? സേവ് വാട്ടർ സേവ് ലൈഫ് അല്ലേ, വെള്ളം സംരക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ, ജീവൻ നിലനിർത്തും. ഡോണ്ട് വേസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഒരു ഡ്രോപ്പ് വാട്ടർ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ചെയ്യാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. വാട്ടർ ഈസ് ദ ബൂൺ ഓഫ് നേച്ചർ അല്ലേ, പ്രകൃതിയുടെ വരദാനമാണ് വാട്ടർ അല്ലേ. ഡോണ്ട് പൊല്യൂട്ട് ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മലിനാക്കാൻ പാടില്ല. ദ ലെസൺ എൻഡ്സ് വിത്ത് എ പോയം. Rain clouds gather in the sky, the cool breeze blows, little froggies croaks and there comes the rain. Let us welcome the rain. എന്താ പറഞ്ഞ? റെയിൻ ക്ലൗഡ്സ് ഗ്യാദർ ഇൻ ദ സ്കൈ. ആകാശത്ത് എന്തുണ്ട്? സ്കൈയിൽ എന്തുണ്ട്? മഴമേഘങ്ങളുണ്ട്, റെയിൻ ക്ലൗഡ്സ് ഉണ്ട്. ദ കൂൾ ബ്രീസ് ബ്ലോസ്. തണുത്ത കാറ്റ് വീശുന്നു. ലിറ്റിൽ ഫ്രോഗീസ് ക്രോക്സ്. ഈ ഇത് കേട്ടപ്പോൾ നമുക്കറിയാം അല്ലേ, മഴയുടെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ, റെയിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ലിറ്റിൽ ഫ്രോഗീസ് ക്രോക്ക്. ഫ്രോഗീസ് ക്രോക്ക് സൗണ്ട് ഉണ്ടാക്കി ഹാപ്പി ആയിട്ട്. ആൻഡ് ദർ കംസ് ദ റെയിൻ. പിന്നെ എന്ത് വന്നു? റെയിൻ വന്നു. ലെറ്റസ് വെൽക്കം ദ റെയിൻ. നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത്? റെയിനെ വെൽക്കം ചെയ്യാം, മഴയെ വെൽക്കം ചെയ്യാമെന്നാണ് പറയുന്നത്. Let us wind up the class. You should study this lesson very well. We will see the next class. Okay.